പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ പേജ് നമ്പർ 116 സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാം. ടേക്ക് എനി 4 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ്, കാൽക്കുലേറ്റ് ദ സം ഓഫ് ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ആൻഡ് ഓൾസോ ദ സം ഓഫ് ദ മിഡിൽ ടു നമ്പേഴ്സ്. ടേക്ക് അതർ 4 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ ആൻഡ് ചെക്ക് വൈ ആർ ദ സംസ് ദ സെയിം എവറി ടൈം. അതായത് 4 തുടർച്ചയായിട്ടുള്ള എണ്ണൽ സംഖ്യകൾ നമ്മൾ എഴുതുന്നു. അതിൽ ഒന്നാമത്തത് നാലാമത്തതും തമ്മിൽ കൂട്ടുക, അതുപോലെ രണ്ടാമത്തതും മൂന്നാമത്തതും തമ്മിൽ കൂട്ടുക. അപ്പോൾ കിട്ടുന്ന ആൻസേഴ്സ് ഒക്കെ സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെ 2 എക്സാമ്പിൾ എടുത്ത് നോക്കുക. എന്തുകൊണ്ടാണ് അതങ്ങനെ ആവുന്നത് എന്നൊന്നും കൂടി പറയണം. അപ്പോൾ കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ തുടർച്ചയായ എണ്ണൽ സംഖ്യ. ഞാൻ എഴുതി 1 2 3 4 തുടർച്ചയായ 4 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ഞാൻ എടുത്തു. അപ്പോൾ നോക്കുക, ഈ ഒന്നാമത്തതും ലാസ്റ്റത്തതും തമ്മിൽ കൂട്ടിയാൽ നമുക്ക് കിട്ടുന്ന എത്ര നോക്കാം. അതായത് 1 + 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ആണല്ലോ. ഇനി നോക്കുക, ഇത് രണ്ടെണ്ണോട് കൂട്ടി, എത്ര കിട്ടും? അതായത് 2 + 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 5. അപ്പോൾ അവിടെയും സെയിം തന്നെയാണ് വന്നത്, ശരിയല്ലേ? ഇനി ഞാൻ വേറൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. വേറൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരു വലിയൊരു നമ്പർ എടുക്കാം നമുക്ക്. 20 21 22 23. ഫസ്റ്റ് ലാസ്റ്റ് നമ്മളൊന്ന് ആഡ് ചെയ്ത് നോക്കാം. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 20 + 23 എത്ര വരും? 43 വന്നു. ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് ആഡ് ചെയ്യാം. അതായത് 21ഉം 22ഉം കൂടെ കൂട്ടാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 343. 2 ആൻസറും എന്താണ്? സെയിം ആണ്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ നമുക്ക് അതിനൊരു ജനറലൈസേഷനിലേക്ക് പോകാം. ഉദാഹരണമായിട്ട് ഫസ്റ്റ് നമ്പർ ഞാൻ 1 ആണല്ലോ എടുത്തത്. അപ്പോൾ ആ 1 അങ്ങനെ തന്നെ എഴുതി. അടുത്തത് 2 എന്ന് പറയുന്നത് 1നോടുകൂടി 1 ആഡ് ചെയ്താണല്ലോ. 3 എന്ന് പറയുന്നത് 1നോടുകൂടി 2 ആഡ് ചെയ്യുന്നതാണ്. 4 എന്ന് പറയുന്നത് 1നോടുകൂടി 3 ആഡ് ചെയ്യുന്നതാണ്. ശരിയല്ലേ? സംശയമൊന്നുമില്ലല്ലോ. ഫസ്റ്റ് നമ്പർ +1 ആണ് സെക്കൻഡ് നമ്പർ. അടുത്ത ഫസ്റ്റ് നമ്പർ +2 ആണ് തേർഡ് നമ്പർ. ഫസ്റ്റ് നമ്പർ +3 ആണ് ഫോർത്ത് നമ്പർ. അപ്പോൾ ഞാൻ ഇത് രണ്ടും ആഡ് ചെയ്യുന്നു. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ എന്നാ സംഭവിക്കുന്നത്? 1 + 1 + 3 അല്ലേ? അപ്പോൾ 1 1 2 2 3 5. അപ്പോൾ ഈ 1 1 2നെ ഞാൻ ഇങ്ങനെ ഒന്ന് എഴുതുകയെന്ന് വിചാരിക്കുക. 2 × 1 2 പ്രാവശ്യം 1 ആഡ് ചെയ്യുന്നതിന് 2 × 1 ചെയ്താൽ മതിയല്ലോ. 2 × 1 + 3. ഇനി ഇത് നോക്കാം. ഈ 2 കേസ് എടുക്കുവാണേ. ഈ 2 കേസ് എടുക്കുമ്പോൾ ഞാൻ എന്തെഴുതി? ഇവിടെ ഇതിനകത്തുനിന്ന് എഴുതാം 1 + 1 + 1 + 2. അപ്പോൾ ഈ 1 എന്ന് പറയുന്നത് എപ്പോഴും ആദ്യത്തെ കേസിൽ വന്നതല്ലേ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? 2 × 1 പ്ലസ് എന്തെഴുതാം? 1 + 2. അതായത് 2 × 1 + 3. അപ്പോൾ 2 കേസിലും കണ്ടോ സെയിം ആയിട്ട് വന്നതുണ്ടോ? ഇനി ഞാൻ നമ്മുടെ ഈ 20യുടെ കേസ് ഒന്ന് എഴുതിയേക്കാം. 20യുടെ കേസിൽ എന്താ സംഭവിക്കുന്നത് നോക്കാം. ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 20 തന്നെ എഴുതി. ഇത് 20 + 1 എഴുതി. ഇത് 20 + 2 എഴുതി. ഇത് 20 + 3 എഴുതി. ശരിയല്ലേ? ഫസ്റ്റ് ലാസ്റ്റിന് ഞാൻ ആഡ് ചെയ്യുമ്പോൾ അതായത് 20യും 20 + 3യും കൂടെ ആഡ് ചെയ്തു. അപ്പോൾ 2 പ്രാവശ്യം 20 ആഡ് ചെയ്യുന്നതിന് 2 × 20 എന്ന് എഴുതി +3. ഈ കേസ് നോക്കാം. അതായത് 20 + 1 + 20 + 2. അപ്പോൾ അത് 2 പ്രാവശ്യം 20 ആഡ് ചെയ്യുന്നതിന് 2 × 20 + 3 നോക്കിയേ. എല്ലാ കേസിലും ഫസ്റ്റ് നമ്പറിൻ്റെ ഡബിൾ എടുത്തിട്ട് +3 ചെയ്യുക ചെയ്ത്. എന്ത്? 4 നമ്പേഴ്സ് വരുമ്പോൾ അല്ലേ? അപ്പോൾ നമുക്ക് അതിൻ്റെ റീസണായിട്ട് എന്തെഴുതാം? അങ്ങനെ വരാനുള്ള കാരണം എന്തെന്ന് എഴുതാൻ നമുക്ക് വേണമെങ്കിൽ സം ഓഫ് എങ്ങനെ എഴുതുന്നത്? സം ഓഫ് എനി 4 കോൺസിക്യൂട്ടീവ് എന്നുള്ള വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കോൺസിക്യൂട്ടീവ് അല്ലെ, സം ഓഫ് ഇവിടെ വേണ്ട. എനി 4 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് സം ഓഫ് ഫസ്റ്റ് ആൻഡ് ഫോർത്ത് ടേം ആൻഡ് സെക്കൻഡ് ആൻഡ് തേർഡ് ടേം ആർ ഈക്വൽ.
എന്താ റീസൺ? ബിക്കോസ് എന്ത് എഴുതാം? ഫസ്റ്റ് ടേം സം ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് 3. എപ്പോഴും നമ്മൾ ആ 4 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് എടുത്താൽ ഫസ്റ്റ് ലാസ്റ്റും തമ്മിലുള്ള സമ്മ് കണ്ടുപിടിക്കാൻ ഉള്ള മാർഗം 2 ഇൻറ്റു ഫസ്റ്റ് ടൈം പ്ലസ് 3, അല്ലെങ്കിൽ സെക്കൻഡും തേർഡും തമ്മിലുള്ള സമ്മ് കണ്ടുപിടിക്കാനുള്ള മാർഗം 2 ഇൻറ്റു ഫസ്റ്റ് ടൈം പ്ലസ് 3 ആയിരിക്കും. ഒരു എക്സാമ്പിളായിട്ട് സിമ്പിളായിട്ട് നമ്മളിവിടെ നിന്ന് എഴുതാം. അതായത് ഒരു 100, 101, 102, 103 ഇത് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇത് 100, അടുത്തത് 100 പ്ലസ് 1, ഇത് 100 പ്ലസ് 2, 100 പ്ലസ് 3. അപ്പോൾ ഇത് ആഡ് ചെയ്യാൻ നിങ്ങൾ വിഷമിക്കേണ്ട. എന്ത് ചെയ്താൽ മതി? 2 ഇൻറ്റു 100 പ്ലസ് എന്ത് ചെയ്താൽ മതി? 3 ആഡ് ചെയ്താൽ മതിയോ? അപ്പോൾ 203 ആയിരിക്കും എല്ലാത്തിൻ്റെ ആൻസർ. അടുത്തത് ഇൻസ്റ്റെഡ് ഓഫ് 4 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ടേക്ക് 6 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ്. The sum of the first and the last number is equal to which other pairs? Why is this so? അതായത് നമ്മളിപ്പോൾ 4 എണ്ണല്ലേ എടുത്ത് പരീക്ഷിച്ചത്. 4ൻ്റെ സ്ഥാനത്ത് 6 എണ്ണമായാൽ എന്തായിരിക്കും അവസ്ഥ? അതായത് സം ഓഫ് ദ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് നമ്പർ ഈസ് ഈക്വൽ ടു ഒന്നാമത്തെയും അവസാനത്തെയും സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോഴുള്ള അതേ ആൻസേഴ്സ് അതിനകത്ത് ഏത് പേരുകൾ തമ്മിൽ ആഡ് ചെയ്താൽ കിട്ടും. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്നാണ് ചോദ്യം. നമ്മുടെ തൊട്ട് മുന്നേ പറഞ്ഞ പ്രോബ്ലത്തിലെ ഒരു ജനറലൈസേഷൻ ഇതാണ്. 4 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ എന്നുണ്ട്, ടീച്ചർ ഇത് ഇട്ടുപോയി. 4 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ ദ സം ഓഫ് ദ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് ആൻഡ് സം ഓഫ് ദ സെക്കൻഡ് ആൻഡ് തേർഡ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഫസ്റ്റ് നമ്പർ പ്ലസ് 3 ആയിരിക്കും. അതേപോലെ തന്നെ ഇൻസ്റ്റെഡ് ഓഫ് 4 നമ്മൾ എന്ത് കൊടുക്കുന്നു? 6 നമ്പർ ആയാൽ എന്ന് പറയുന്നു. അപ്പം നമുക്കൊന്ന് എഴുതി നോക്കാം. 6 നമ്പർ എഴുതുമ്പോൾ 1 2 3 4 5 6 6 നമ്പേഴ്സിൻ്റെ സമ്മ് ഞാൻ എടുക്കുകയാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ എന്താണ്? 1ഉം 6ഉം കൂടെ ആഡ് ചെയ്തു. 1 പ്ലസ് 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 7. ഇതിന് തുല്യമായി ഏതൊക്കെ പേരുകളുണ്ടെന്നാണ് ചോദ്യം. നോക്ക്, 2ഉം 5ഉം തമ്മിൽ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 2ഉം 5ഉം ആഡ് ചെയ്താൽ നമുക്ക് 7 കിട്ടും. 3ഉം 4ഉം ആഡ് ചെയ്താലും 7 കിട്ടും. ശരിയല്ല? നമുക്ക് വേറൊരു എക്സാമ്പിളോട് എടുത്ത് നോക്കിയാലോ? ഒരു 10 11 12 13 14 15 7 1 2 3 4 5 6 7. അപ്പോൾ ഫസ്റ്റ് ലാസ്റ്റും തമ്മിലുള്ള സമ്മാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. സോ 10ഉം 16ഉം ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താലും നമുക്ക് കിട്ടുന്നത് 26 അല്ലേ? ഇനി നോക്കുക, 11ഉം 15ഉം കൂടെ ആഡ് ചെയ്താലും നമുക്ക് കിട്ടുന്നത് 26. 14ഉം 12ഉം കൂടെ ആഡ് ചെയ്താൽ കിട്ടുന്നത് 26. ഇനി നടുവിൽ വന്നിരിക്കുന്ന 13. ഈ 13ഉമായിട്ട് ഇത് നമ്മൾ ക്വസ്റ്റിനെ പറഞ്ഞിട്ടൊന്നുമില്ല, എങ്കിലും ഈ 13ഉം 26ഉം തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ടല്ലേ? സോ 13 ഇൻറ്റു 2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 26 കിട്ടും. അതേപോലെ തന്നെ ഇവിടെയും നമുക്ക് നോക്കാമല്ലോ. ഇവിടെ 6 നമ്പർ എന്നല്ലേ ടീച്ചർ പറഞ്ഞത്? ടീച്ചർ 7 എണ്ണം എഴുതിയല്ലേ? 1 2 3 4 5 6 6 എണ്ണം മതിയായിരുന്നു. സോറിയേ, കുഴപ്പമില്ല. ഇത് അടുത്തൊരു ടോപ്പിക്കിലേക്ക് വന്നുപോയി. കുഴപ്പമില്ല, നമുക്കൊന്ന് വായിച്ചിട്ടൊന്നുകൂടെ എഴുതാം. അതായത് 10 11 വേണ്ട, വേറൊരു നമ്പർ എഴുതാം. അപ്പോൾ നമ്മളൊന്നും കണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും എഴുതാം. ഒരു 5 6 7 8 9 10 6 നമ്പേഴ്സ് എഴുതി. ഫസ്റ്റ് നമ്പറും ലാസ്റ്റ് നമ്പറും കൂടെ നമ്മൾ ആഡ് ചെയ്തു. 15 7ഉം 6ഉം 9ഉം ആഡ് ചെയ്തു. 15 8 7ഉം 15 അല്ലേ? അപ്പോൾ ഇതിനകത്തുനിന്ന് ഒരു ജനറലൈസേഷനിലേക്ക് നമുക്ക് പോകണ്ടേ? ജനറലൈസേഷൻ എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്പറിനെ ഞാൻ 5 എന്ന് എഴുതി. സെക്കൻഡ് നമ്പറിന് 5 പ്ലസ് 1 കോൺസിക്യൂട്ടീവ് തുടർച്ചയായതായതുകൊണ്ടാണ് ഞാൻ +1 എന്ന് എനിക്ക് കൊടുക്കാൻ പറ്റുന്നത് കേട്ടോ. ദെൻ 7നെ ഞാൻ 5 പ്ലസ് 2 എന്ന് എഴുതി. 8നെ 5 പ്ലസ് 3 എന്ന് എഴുതി. 9നെ 5 പ്ലസ് 4, 10നെ 5 പ്ലസ് 5. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള സമ്മ്, ഈ രണ്ടെണ്ണം തമ്മിലുള്ള സമ്മ് ഞാൻ എഴുതുമ്പോൾ ഞാൻ എങ്ങനെ എഴുതണം?
മുമ്പേ പോലെ 2 പ്രാവശ്യം 5 ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 ഇൻറ്റു 5 പ്ലസ് 5 എന്ന് കൊടുത്തു. ഇതിൽ ഈ കേസിലാണെങ്കിലോ 5 പ്ലസ് 1 5 പ്ലസ് 4 കൂടിയാണ് ഞാൻ കൂട്ടുന്നത്. അപ്പോൾ ഇതാ 2 പ്രാവശ്യം 2 ഇൻറ്റു 5 പ്ലസ് 5, അതായത് 10 പ്ലസ് 5 15. അപ്പം എല്ലാ കേസിലും നോക്കിയേ, ഫസ്റ്റ് നമ്പർ ഇൻറ്റു 2 ചെയ്തിട്ട് പ്ലസ് 5, അതായത് 6 എണ്ണം വരുമ്പം 5 എണ്ണം ആഡ് ചെയ്യുന്നു. ഇവിടെ നോക്കുക, ഈ കേസിൽ നമ്മൾ എന്താണ് 4 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് വരുമ്പോഴത്തെ കേസിൽ നമ്മൾ എത്ര ആഡ് ചെയ്ത് 3 ആണ്. 4 എണ്ണം വരുമ്പോൾ 4 നമ്പേഴ്സ് വരുമ്പോൾ 2 ഇൻറ്റു ഫസ്റ്റ് നമ്പർ പ്ലസ് 3 കൊടുത്തു. 6 എണ്ണം വരുമ്പോൾ 2 ഇൻറ്റു ഫസ്റ്റ് നമ്പർ പ്ലസ് 5 കൊടുത്തു. ഇനി 8 എണ്ണമാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതിയാവും? 2 ഇൻറ്റു ഫസ്റ്റ് നമ്പർ പ്ലസ് തൊട്ട് പുറകിലത്തെ ആൾ. 10 എണ്ണം വന്നാലോ? 10 എണ്ണം വന്നാൽ 2 ഇൻറ്റു ഫസ്റ്റ് നമ്പർ പ്ലസ് 9, അതിന് തൊട്ട് താഴെയുള്ള നമ്പർ വരെ കൊടുത്താൽ മതി. ക്ലിയർ അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർ അടുത്തൊരു ക്വസ്റ്റ്യൻ പറയുന്നത്, തേർഡ് ക്വസ്റ്റ്യൻ എന്താണെന്നറിയോ? അതാണ് തേർഡ് ക്വസ്റ്റ്യൻ പറയുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഇഫ് വി ടേക്ക് 5 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ്? 5 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് എടുത്താൽ എന്ത് സംഭവിക്കും? വാട്ട് അബൌട്ട് 3 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ? ഇതൊക്കെ ഒരു ജനറലൈസേഷൻ ആട്ടെ. ഇതിൻ്റെയൊക്കെ കുറച്ച് ചോദ്യങ്ങൾ എങ്ങനെ എക്സാമിന് വരുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ തന്നെ കുറേ എക്സാമ്പിൾസ് എടുത്ത് ചെയ്ത് അതിൻ്റെ ആൻസറിലേക്ക് എത്താനുള്ള മാർഗ്ഗങ്ങളിൽ കൂടി സഞ്ചരിച്ച് ആ ഉത്തരത്തിലെത്തുക എന്നുള്ളതാണ് ഈ ചോദ്യങ്ങളുടെയൊക്കെ ഒരു ലക്ഷ്യം കേട്ടോ. അപ്പോൾ നമുക്ക് 5 എണ്ണം വരുന്ന കേസും 3 എണ്ണം വരുന്ന കേസും ഒന്ന് എഴുതി നോക്കാം. കുട്ടി നമ്പേഴ്സ് നമുക്കൊന്ന് എഴുതി നോക്കാം. 1 2 3 4 5. ഇതിനകത്ത് നമുക്ക് ഫസ്റ്റ് ലാസ്റ്റോടെ ആഡ് ചെയ്യാം. എത്ര വരും ആൻസർ? 6 വരും. സെക്കൻഡ് ലാസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുക, അപ്പോഴും 6 വരും. പിന്നെ വരുന്ന ഒരാൾ ഒറ്റയ്ക്ക് ഇവിടെ നിൽപ്പുണ്ടല്ലേ? നിങ്ങൾ തന്നെ നോക്കിക്കേ, 3ഉം 6ഉം തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ടല്ലേ. 3 ഇൻറ്റു 2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 6 കിട്ടും. ഇനി ഞാൻ വേറൊരു കേസ് എഴുതാം. ഒരു ഇച്ചിരി വലിയ നമ്പർ എഴുതാം. 100 101 102 103 104. 1 2 3 4 5 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് വന്നു, സ്റ്റാർട്ടിങ് ഫ്രം 100. അപ്പോൾ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റിൻ്റെ സമ്മ് നമ്മൾ എടുത്തു. എത്രയാണ്? 100 പ്ലസ് 104 4 0 2. ഇത് മുമ്പേ ചെയ്ത പോലെ എങ്ങനെ എഴുതാമെന്നും കൂടെ ഒന്ന് നോക്കിയേക്കാം. അതായത് 100 കൂടി 100 പ്ലസ് 4. ആ ഒരു സ്റ്റെപ്പ് മറന്നുപോയോ? അതായത് ഇതിന് 100നെ അങ്ങനെ തന്നെ എഴുതി, 101നെ 100 പ്ലസ് 1 എന്ന് എഴുതി, 102നെ 100 പ്ലസ് 2 എന്ന് എഴുതി, 103നെ 100 പ്ലസ് 3 എന്ന് എഴുതി, 104നെ 100 പ്ലസ് 4 എന്ന് എഴുതി. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 2 100ഉം ഒരു 4 അതായത് 2 ഇൻറ്റു ജനറലൈസേഷനിലോട്ട് പോകാം. ആ ജനറലൈസേഷനിലേക്ക് എത്തുക എന്നുള്ളതാണ് കേട്ടോ നിങ്ങളെ സംബന്ധിച്ചൊരു കഠിനമായ ജോലി. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? അപ്പോൾ 100 എത്ര പ്രാവശ്യം ആഡ് ചെയ്തു? 2 പ്രാവശ്യം. അപ്പോൾ 2 ഇൻറ്റു 100 പ്ലസ് 4. ഇനി സെക്കൻഡും തേർഡും കൂടെ നോക്കിക്കേ, അവിടെ 2 100. അപ്പോൾ 2 ഇൻറ്റു 100 പ്ലസ് ഈ 3 1 എത്ര? 4. ലാസ്റ്റ് ഇതാ ഇവിടെ ഒരാൾ ഒറ്റയ്ക്ക് നിൽപ്പുണ്ട്, ജോഡിയില്ല, പെയറില്ല. അപ്പോൾ അയാളും ഈ സമ്മുമായിട്ട് എന്തെങ്കിലും കണ്ടോ? 100 പ്ലസ് 2 102ഉം 204 തമ്മിലുള്ള ബന്ധം എന്താ? 102 ഇൻറ്റു 2 അല്ലേ? സോ 2 ഇൻറ്റു 102 അല്ലേ? ശരിയല്ലേ? അപ്പോഴും എന്ത് വരും? 204 തന്നെ വരും. അപ്പോൾ എന്താ നമുക്കിതിൽ നിന്ന് വന്ന ഒരു ജനറലൈസേഷൻ? നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ എത്രയായാലും കുഴപ്പമില്ല, നമ്മളുടെ ആ പെയറുകളുടെ സം ഓഫ് പെയേഴ്സിൻ്റെ ലക്ഷണം എങ്ങനെയാണ്? 2 ഇൻറ്റു ഫസ്റ്റ് നമ്പർ 4 നമ്പേഴ്സാണ് നമ്മൾ ആഡ് ചെയ്യുന്ന എടുക്കുന്നതെങ്കിൽ പ്ലസ് 3, 5 നമ്പേഴ്സാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ പ്ലസ് 4, 6 നമ്പേഴ്സാണെങ്കിൽ പ്ലസ് 5 വരണം ഇവിടെ. ബാക്കിയെല്ലാം 2 ഇൻറ്റു ഫസ്റ്റ് നമ്പറാണ്. അതാണ് ഒരു ജനറൽ ഫോർമാറ്റ് കേട്ടോ. ഇനി അടുത്ത കേസ് അവർ പറയുന്നത് എന്താണ്? നാച്ചുറൽ നമ്പേഴ്സ് 3 എണ്ണം വരുന്ന കേസ്. അപ്പോൾ നമുക്ക് കണ്ണും അടച്ച് എഴുതാമല്ലോ. 2 ഇൻറ്റു ഫസ്റ്റ് നമ്പർ
പ്ലസ് 2 എന്ന് എഴുതാമല്ലോ. ഒരു എക്സാമ്പിൾ കാണിച്ചേക്കാം. 3, 4, 5 എന്നാണെങ്കിൽ ഇത് രണ്ടും കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ എത്ര? 3 + 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 8. അതിന് എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് നമ്പറിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 2 3 സാർ ഇവിടെ എത്ര പേരുണ്ട്? 3. അതിനേക്കാൾ 1 കുറവ്. കണ്ടോ? 3 2 സാർ 6 + 2 എത്ര കിട്ടി? 8 അല്ലേ? എത്ര സിമ്പിളാന്ന് നോക്കിയാൽ നമ്മുടെ ആ ജനറലൈസേഷനിലേക്ക് നമ്മൾ എത്തുന്നത്. നിങ്ങൾ കുറേ പ്രാക്ടീസ് ചെയ്താലേ നിങ്ങൾക്കത് കിട്ടുള്ളൂ കേട്ടോ. കുറേ എക്സാമ്പിൾ എടുത്തിട്ട് ചെയ്യണേ. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഓക്കെ, ബൈ.